കേരളത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഞങ്ങളിങ്ങനെ ആയില്ല എന്ന് സ്ഥാപിക്കാൻ പത്രസമ്മേളനം നടത്തും. അതാണ് ഞാൻ പറഞ്ഞത്. കേരളീയരും കേരള വിരുദ്ധരോ കേരള ശത്രുക്കളോ, കേരളവും കേരളത്തിന്റെ പ്രതിപക്ഷവും എന്ന നിലയിലേക്ക് മാറി. ഇത് നിങ്ങൾ നോക്കി മനസ്സിൽ. ഞങ്ങൾ കൊടുത്തില്ല, കാശത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരുന്നു. ഓൾ ഇന്ത്യ കൊടുത്തില്ല, കേരളത്തിൽ കൊടുത്തു. നമ്പർ 1 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ചന്ദ്രബാബു നായിഡു ദാവോസിൽ കണ്ടപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻഡസ്ട്രീസ് മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസിൽ ഒരു ചെറിയ വീഡിയോ ഓരോ സ്റ്റേറ്റിനും വയ്ക്കും. ദെൻ 3 മിനിറ്റ് മന്ത്രിമാർ പ്രസംഗിക്കും. ആന്ധ്രയുടെ വീഡിയോയിൽ ചന്ദ്രബാബു നായിഡു പറയുന്നത് ഈ റാങ്കിംഗ് തുടങ്ങിയ മുതൽ ഞങ്ങളാണ് ഒന്നാണ്, നമ്പർ 1. ഇടയ്ക്ക് ഞാൻ മാറി, ഇപ്പൊ വീണ്ടും ഞാൻ വന്നു. ഇനി ഒരിക്കലും ഇത് വിട്ടുകൊടുക്കില്ല എന്നാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പീയൂഷ് ഗോയൽ ഇത് പ്രഖ്യാപിക്കുന്നത്. 1, 2, 3 എന്നല്ല പ്രഖ്യാപിക്കുക. ഈ ടോപ്പ് അച്ചീവറിൽ 9 എണ്ണത്തിൽ നമ്മൾ ഏറ്റവും മുകളിൽ വന്നു, 5 എണ്ണത്തിൽ AP മുകളിൽ വന്നു, 3 എണ്ണത്തിൽ ഗുജറാത്ത് മുകളിൽ വന്നു. അതാണ് ടോപ്പ് അച്ചീവറിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ഇതേപോലെ ആന്ധ്ര വന്നു. നമ്മളിത് ആദ്യത്തിലും വന്നില്ല, രണ്ടാമത്തേലും വന്നില്ല, മൂന്നാമത്തേലും വന്നില്ല. അപ്പോ ആരെങ്കിലും പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 15ാം റാങ്ക് ആയി എന്നുള്ളത് തെറ്റാണ്. ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേൾഡ് ബാങ്ക് പണ്ടേ നിർത്തിയതാണ്. ഇവര് പറയുന്നത് കേരളത്തിൽ വ്യവസായം വരാതിരിക്കാനാണ്, 15 അല്ല എന്ന് ഒരു പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും ഇപ്പൊ പറയുന്ന പോലെ പറഞ്ഞോ? മെച്ചപ്പെട്ടപ്പോ നേരെ ഇത് അങ്ങനെയല്ല. ഇപ്പൊ ആന്ധ്രാപ്രദേശ് നോക്കുക, അവരതൊരു അവസരം ഉപയോഗിച്ചു, ഒറ്റക്കെട്ടായിട്ട് ഉപയോഗിക്കുകയുണ്ടായി. ഇതാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം വേണ്ടിയിട്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ വിസ്തീരിച്ചു കൊടുക്കാമായിരുന്നു. പിന്നെ ഇന്നലെ പുറത്തിറങ്ങിയ കുറെ റിപ്പോർട്ടുകളുണ്ട്, എല്ലാം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ കൊടുക്കാൻ സമയമില്ലല്ലോ. ഇന്നലെ പുറത്തിറങ്ങിയ പുതിയ റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ശശി തരൂർ വേണമെങ്കിൽ ഇംഗ്ലീഷിലാണത്. അതിൽ ഇന്ത്യാസ് പീരിയോഡിക്കൽ ലേബർ ഫോഴ്സസ് സർവേ 23-24 ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ കേരള ഗ്രൂ ഫ്രം 1.1 crore in 2017-18 to 1.40 crore in 23-24, marking a substantial increase. 1.14 കോടി തൊഴിലാളികളിൽ നിന്ന് 1.49 കോടിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇത് അതിൽ തന്നെ അടുത്ത ഭാഗത്ത് നോക്കിയാൽ ഹയർ ഷെയർ ഓഫ് റെഗുലർ വർക്ക്. ഈ PLFS 23-24 ഷെയർ ഓഫ് റെഗുലർ വർക്കേഴ്സ് among total employment persons in Kerala has risen to 44% in 23-24 from 26% in 11-12. കേരളത്തിലെ തൊഴിൽ ശക്തിയുടെ 26% 11-12 സ്ഥിരം തൊഴിലാളികൾ, 23-24 അത് 44% വർദ്ധിച്ചു. രാജ്യം അവിടെ നിൽക്കുന്നു. ദ നാഷൻ റിമെയിൻസ് ഓൺലി 25% ഇൻ ഇന്ത്യ ആസ് എ ഹോൾ. രാജ്യത്ത് നേരത്തെ 25 ആയിരുന്നു, ഇപ്പോൾ 25 തന്നെ. കേരളത്തിൽ നേരത്തെ 26 ആയിരുന്നു, ഇപ്പോ അത് 44 ആയി. അതിൽ തന്നെ പറയുന്നത് വുമൻ പാർട്ടിസിപ്പേഷൻ റെഗുലർ വർക്ക്. ദ ഷെയർ ഓഫ് വുമൻ ഇൻ റെഗുലർ വർക്ക് ഇൻ കേരള 59% is much higher than the national figure only 20%. ഇന്ത്യയിലെ സ്ഥിരം തൊഴിലാളി 20% സ്ത്രീകളുടെ സ്ഥിരം തൊഴിലുണ്ടെങ്കിൽ കേരളത്തിൽ അത് 59%. എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങളും സൈറ്റിൽ പോയി കിട്ടും PLFS. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ? സംഘടിതമായ തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു എന്ന് വെച്ചാൽ ഓർഗനൈസ് സെക്ടറിലേക്ക് കേരളത്തിന്റെ മാനുഫാക്ചറിംഗ് മേഖലയിൽ വളർച്ചയുണ്ടാകുന്നു. ഇത് ട്രേഡ് അല്ലാണ്ട്, സർവീസ് അല്ലാണ്ട്. പക്ഷേ നിങ്ങൾ കാണേണ്ടത് കേരളത്തിന്റെ മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് ഇൻഡസ്ട്രിയുടെ സ്വഭാവം മാറുന്നു. ഇതിന്റെ നേട്ടം നിങ്ങൾ നോക്കിക്കൊണ്ട് 6-7 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ കൃത്യം കിട്ടുള്ളൂ. ഇപ്പൊ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു 6-7 വർഷം കഴിയുമ്പോൾ കേരളം ഇതിൽ നിന്ന് വലിയൊരു ചാട്ടായിരിക്കും. GDP ആകാം, എംപ്ലോയ്മെന്റ് ജനറേഷൻ ആകാം, നമ്മുടെ എക്സ്പോർട്ടിൽ പിന്നെ മാറ്റം വരുന്നുണ്ടല്ലോ. ഇതാണ് കേരളം. നമുക്ക് നല്ല തോതിൽ തന്നെ മുന്നേറാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിച്ച് കേരളത്തെ ഇങ്ങനെ വഞ്ചിക്കാൻ പാടുന്നു. പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ് സമ്മിറ്റിലേക്ക്
10-25 രാജ്യങ്ങളുടെ നയതന്ത്ര പദ്ധതികൾ വരുന്നു. എല്ലാവരും വരുമ്പോൾ ഇവിടെ തെറ്റാണ്, ഇവിടെ ഒന്നുമല്ല, ഇവർ പറയുന്നതെല്ലാം നുണയാണ്, കള്ളമാണ്, ചീട്ടുകൊട്ടാരം ഞാനിതാ പൊളിച്ചിടുന്നു. ഏത് ചീട്ടുകൊട്ടാരം? വസ്തുതകളല്ലേ ഇത്? ഇത് നല്ല ഉറച്ച കോൺക്രീറ്റിൽ മലബാർ സിമന്റ് വെച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണെന്ന്. അല്ലാതെ ചീട്ടുകൊട്ടാരം നല്ലത് നന്നായി ഉറപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഓരോ കാര്യങ്ങളും എല്ലാം ഡാറ്റയായിട്ട് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ IT എല്ലാം ഞാൻ പറയുന്നില്ല, അത് CM-ന്റെ വകുപ്പാണെങ്കിൽ പോലും നമ്മൾ നുണകൾ പറയുന്നതിന് അതിര് വേണ്ടേ? ഈ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്ന ഭാഗമുണ്ട്, അതിലുണ്ടോ ആ കോവിഡിനെ കുറിച്ചുള്ള അത് സിദ്ധാന്തം? 2012-13 സ്റ്റാർട്ടപ്പ് ഇത് പിന്നെ എടുക്കാം. സ്റ്റാർട്ടപ്പ് എല്ലാം ഞാൻ കിട്ടുന്നില്ല. ഇത് പറയാം, സ്റ്റാർട്ടപ്പ് അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാം. നമ്മൾ എന്താ പറയുന്നത്, ഇക്കോസിസ്റ്റം അല്ലെ? സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ താരതമ്യം ചെയ്യുമ്പോൾ 254% വളർച്ച, വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഇക്കോസിസ്റ്റത്തിൽ. ഇപ്പോ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായ ഒരു താരതമ്യമാണ്. രണ്ടാം എൽ.ഡി.എഫ് സർക്കാരിന്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിന്റെ അവസാന 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 254% കറക്റ്റാണ്. ഇതിന്റെ കാര്യം 2019-21 ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. 2019-21 പലർക്കും വരുന്നത് അതല്ലേ